ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് 4 ദിവസം മാത്രമാണ് ട്രേഡ് ചെയ്തത്. നമുക്കറിയാം, കാരണം ജൂൺ 26 വെള്ളിയാഴ്ച മാർക്കറ്റിന് അവധിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തുടക്കത്തിലുണ്ടായിട്ടുള്ള ഒരു ശക്തമായ വളറ്റിലിറ്റിക്ക് ശേഷം നിഫ്റ്റി അതിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 24,000-ന് മുകളിൽ നിലയുറപ്പിച്ചാണ് കഴിഞ്ഞ ആഴ്ച ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഗ്ലോബൽ ലെവലായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറഞ്ഞതോടെ മാർക്കറ്റിലെ ഫിയർ ഗേജ് ആയിട്ടുള്ള ഇന്ത്യ വിക്സ് അതിലും വൻ ഇടിവുണ്ടായി. ഇങ്ങനെ ഏപ്രിൽ മാസത്തിലൊക്കെ ഇന്ത്യ വിക്സ് 27 എന്ന ഉയർന്ന ലെവലിലായിരുന്നു ട്രേഡ് ചെയ്തത്. ആ സമയത്തൊക്കെ മാർക്കറ്റ് വളറ്റിലിറ്റി വളരെയധികം ഹൈ ആയിരുന്നു. എന്നാൽ പിന്നീട് അത് നമുക്ക് കാണാൻ കഴിയുന്നത് 12-13 റേഞ്ചിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിൽ നേരുതോതിലുള്ള ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സഹായമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ മൊത്തത്തിലുള്ള ബ്രോഡ് മാർക്കറ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി മിഡ് ക്യാപ് 150യിലുള്ള സ്റ്റോക്കുകളിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിഫ്റ്റി സ്മോൾ ക്യാപ് 250യിലും നിഫ്റ്റി മൈക്രോ ക്യാപ് 250യിലും പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം US ഇൻട്രസ്റ്റ് റേറ്റ് ഉയരുമെന്നുള്ള ഒരു ഭീതി ഒരു ഭാഗത്തും, അതുപോലെ തന്നെ AI സെമി കണ്ടക്ടർ ടെക് സ്റ്റോക്കുകളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിലുള്ള ആശങ്ക മറുവശത്തും, അതേപോലെ കൊറിയൻ മാർക്കറ്റിലുണ്ടായ സഡൻ ഫോളും, ഇതൊക്കെ ആണ് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു തടസ്സമായിട്ട് നിന്നത്. ഇപ്പോൾ സെക്ടോറൽ ഇൻഡെക്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ബാങ്ക്, ഈ ഇൻഡെക്സുകളൊക്കെയാണ് പോസിറ്റീവിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ശക്തമായൊരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് ഫാർമ ഇൻഡെക്സിൽ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ ഏറ്റവും മോശം പെർഫോമൻസ് കാണിച്ചിട്ടുള്ളത് നിഫ്റ്റി മെറ്റൽ 4% ഇടിവാണ് കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയത്. അതുപോലെ നിഫ്റ്റി IT-യിലും ഏകദേശം 4% ഇടിവുണ്ടായിരുന്നു. അതുപോലെ നിഫ്റ്റി CPSE-യിലും 3% ഇടിവുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു സെക്ടർ റൊട്ടേഷനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അതുകൂടാതെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യൻ റുപ്പി കുറച്ച് സ്ട്രെങ്ത് ചെയ്തു എന്നുള്ളതാണ്. കാരണം അത് 95-ന് മുകളിലേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി 94.68 എന്ന ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ നമ്മൾ കാണുന്നത് 94.3 എന്നുള്ള ലെവലിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് നേടിയതായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ചേഞ്ച് FIIസിൻ്റെ ആക്ടിവിറ്റിയിലാണ്. അപ്പോൾ ഈ ജൂൺ 15-ാം തീയതി മുതൽ FIIസിൻ്റെ ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജൂൺ 15-ാം തീയതി മുതൽ ഇതുവരെയുള്ള 9 ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാൽ അവിടെ FIIസിൻ്റെ ആക്ടിവിറ്റിയിൽ കാണുന്ന ഒരു ട്രെൻഡ്, ഒരു ദിവസം അവർ നെറ്റ് ബയേഴ്സ് ആകുന്നു, നെക്സ്റ്റ് അവർ നെറ്റ് സെല്ലേഴ്സ് ആകുന്നു. ഇങ്ങനെ മാറി മാറിയിട്ടാണ് അവരുടെ ആക്ടിവിറ്റി കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ജൂൺ മാസം അവസാനിക്കാൻ പോകുമ്പോൾ നമ്മൾ കാണുന്നത് FIIസിൻ്റെ സെല്ലിങ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ 3 മാസത്തേക്കാൾ കുറവാണ്. കാരണം നമുക്കറിയാം, മാർച്ച് മാസത്തിൽ FIIസിൻ്റെ സെല്ലിങ് 1,22,000 കോടിയായിരുന്നു. ഏപ്രിലിൽ അത് കുറച്ച് കുറഞ്ഞിട്ട് 70,000 കോടിയായി. മെയ് മാസത്തിൽ അത് 55,000 കോടി എന്ന ലെവലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജൂൺ മാസത്തിൽ ഇതുവരെ 45,000 കോടിയുടെ ഒരു സെല്ലിങ് മാത്രമാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്രാജുവലായിട്ടുള്ള ഒരു ട്രെൻഡ് ചേഞ്ച് FIIസിൻ്റെ ഇടയിൽ വരുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു മാക്രോ ട്രിഗർ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിൽ നടന്ന US ഇറാൻ സമാധാന ചർച്ചകളായിരുന്നു. ആ ചർച്ചകളുടെ പുരോഗതിയോടുകൂടി ഹോർമസ് സ്ട്രെയ്റ്റിലുള്ള ക്രൈസിസിന് വലിയ അയവ് വരികയും ബ്രന്റ് ക്രൂഡിൻ്റെ വില 80-ൽ താഴെ പോവുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച അവസാനം ഒടുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് $72 പെർ ബാരലാണ്. അതായത് യുദ്ധത്തിന് മുമ്പ് എത്രയായിരുന്നു ബ്രന്റ് ക്രൂഡിൻ്റെ റേറ്റ്, ആ ലെവലിലേക്ക് ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ട് ഈ ഒരു മാക്രോ ഫിഗർ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ചില സംഭവ വികാസങ്ങൾ ഹോർമസ് സ്ട്രെയ്റ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ശക്തമായ സൈനിക നീക്കങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ ലെബനോണിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ തുടരുന്നതിൽ പ്രതിഷേധിച്ച് ഹോർമസ് സ്ട്രെയ്റ്റിലൂടെയുള്ള കപ്പൽ ഗതാഗതം വീണ്ടും തടസ്സപ്പെടുത്തുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജൂൺ 25-ന് ഹോർമസ് സ്ട്രെയ്റ്റിലൂടെ കടന്നുപോയ സിംഗപ്പൂർ ഫ്ലാഗുമായിട്ട് പോയ ഒരു കമേഴ്ഷ്യൽ ഷിപ്പിന് നേരെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി. അപ്പോൾ അതിനെതിരെ US മറുപടിയായിട്ട് ജൂൺ 26-ന് US ഇറാൻ്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയും തീരദേശ റഡാറുകൾക്ക് നേരെയും US ശക്തമായ വ്യോമാക്രമണം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു US ആക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ന് കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ്റെ IRGC അഥവാ ഇറാൻ റവല്യൂഷണറി ഗാർഡ് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമായി നടത്തിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യുകയും ഈ രീതിയിൽ പുരോഗമിക്കുകയാണെങ്കിൽ ഈ നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായിട്ട് നിർത്തലാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോർമസ് സ്ട്രെയ്റ്റ് അടക്കാൻ ശ്രമിക്കുമ്പോൾ ഒമാൻ്റെ സഹായത്തോടെ US നേവി അവിടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ വൈഡായിട്ടുള്ള ഒരു റൂട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് തികച്ചും അപകടം നിറഞ്ഞതാണെന്നാണ് ഇറാൻ്റെ
മുന്നറിയിപ്പ്. അപ്പോൾ ഇവിടെ സമാധാന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു അടിയും തിരിച്ചടിയും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിലവിലുള്ള വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്ക മൊത്തത്തിൽ വേൾഡ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ബ്രന്റ് ക്രൂഡിൻ്റെ റേറ്റ് വളരെ നിർണായകമാണ്. അത് ഉയർന്നുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതുപോലെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു US ഡാറ്റ എന്ന് പറയുന്നത് അവരുടെ US നോൺ ഫാം പേറോൾ ഡാറ്റയാണ്. അപ്പോൾ അത് ജൂലൈ 2 വ്യാഴാഴ്ചയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ സാധാരണ അത് എല്ലാ മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധീകരിക്കാറുള്ളത്. എന്നാൽ ജൂലൈ 4 US ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചിട്ടുള്ള അവധിയാണ്. അപ്പോൾ US മാർക്കറ്റ് എന്ന അവധിയായതുകൊണ്ട് തന്നെ ഒരു ദിവസം മുമ്പെയാണ് ഈ നോൺ ഫാം പേറോൾ ഡാറ്റ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് USൻ്റെ ഒരു ജോബ് ഡാറ്റയാണ്. അപ്പോൾ US സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ റിസർവിന് പലിശ നിരക്കുകൾ കുറയ്ക്കണോ അതോ കൂട്ടണോ എന്ന് തീരുമാനിക്കുന്നതിൽ ഈ ഒരു ജോബ് ഡാറ്റ വളരെ നിർണായക പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ തൊഴിൽ ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ US എക്കണോമി വളരെ ശക്തമാണെന്ന് വിലയിരുത്തപ്പെടും. അങ്ങനെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിന് പകരം അത് ഒന്നിക്കൽ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ അത് ദുർബലമായിട്ടുള്ള ഒരു ഡാറ്റയാണ് വരുന്നതെങ്കിൽ ജോബ് മാർക്കറ്റ് മോശമാണെന്നും ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ വേഗത്തിൽ കുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ വരും. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. എന്നാൽ അവിടെ മറ്റൊരു വ്യാഖ്യാനം കൂടി ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം അത് സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സൂചനയായിട്ടും കണ്ടുകൊണ്ട് മാർക്കറ്റ് ഇടിയാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ ജോബ് ഡാറ്റ കുറയുമ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരം വരുന്ന ഒരു ഡാറ്റ ആയതുകൊണ്ട് അന്ന് US മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു ഇവൻ്റ് ആയിരിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്നത് ജൂൺ മാസത്തെ അതിൻ്റെ ഓട്ടോ സെയിൽസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഓട്ടോ സെഗ്മെൻറ്റ് നല്ല പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, അതുപോലെ ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ജൂൺ മാസത്തെ സെയിൽസ് ഡാറ്റ ഒഫീഷ്യലായിട്ട് അവർ പ്രഖ്യാപിക്കും. അപ്പോൾ മെയ് മാസത്തിൽ ഇന്ത്യയിലെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റ് 26% ഒരു വളർച്ചയോടെ ഒരു റെക്കോർഡ് വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ അത് തുടരുമെന്ന് തന്നെയാണ് പൊതുവെ മാർക്കറ്റ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് SUVയിൽ മഹീന്ദ്രയും അതുപോലെ മാരുതിയും അവരുടെ മികച്ച ഡിമാൻഡ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു സെഗ്മെൻറ്റിൽ മെയ് മാസത്തിൽ 10,000 EVയുടെ ഒരു വിൽപ്പന ടാറ്റ മോട്ടോഴ്സ് കടന്നിരുന്നു. അപ്പോൾ ഈ ട്രെൻഡ് നിലനിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ പുതിയ EV മോഡലുകളും മാർക്കറ്റിൽ ശ്രദ്ധ നേടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ജൂൺ മാസത്തിൽ രാജ്യത്തെ കനത്ത ചൂടും ചിലയിടങ്ങളിൽ കാലവർഷത്തിലുണ്ടായിട്ടുള്ള കുറവും ഷോറൂമുകളിലേക്കുള്ള കൺസ്യൂമേഴ്സിൻ്റെ വരവിനെ നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ടാകാം എന്നുള്ള ആശങ്കയുമുണ്ട്. അത് 2 വീലർ സെഗ്മെൻറ്റിനെ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ളതും നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. അതുകൂടാതെ മാരുതി സുസുക്കി ഉൾപ്പെടെയുള്ള കമ്പനികൾ ജൂൺ മാസം മുതൽ ചില മോഡലുകൾക്ക് വില വർദ്ധിപ്പിച്ചിരുന്നു. ഇതും അവരുടെ വിൽപ്പന എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് US ഇന്ത്യ ബൈലാറ്ററൽ ട്രേഡ് ഡീൽ. അപ്പോൾ ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വളരെ നിർണായകമായ ചർച്ചകളിലാണ് ഇതിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 24-25 തീയതികളിൽ US സംഘം ഇന്ത്യയിൽ സന്ദർശിക്കുകയും പീയൂഷ് ഗോയലുമായിട്ടുമൊക്കെ 2 ദിവസത്തെ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ചകളിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കരാർ ഒപ്പിടാൻ ഇന്ത്യ പൂർണ്ണമായിട്ട് തയ്യാറാണെങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള വിയറ്റ്നാം, തായ്ലൻഡ്, ചൈന, ഫിലിപ്പൈൻസ് ഇവയുടെയൊക്കെ ആ ഒരു കുറഞ്ഞ താരിഫ് അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ ഫോഴ്സ്ഡ് ലേബർ എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള 54 രാജ്യങ്ങൾക്ക് മേൽ 12.5% അധിക നികുതി ചുമത്താൻ US ആലോചിക്കുന്നുണ്ട്. ഇതിൽ തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് ഇന്ത്യ USനെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ജൂലൈ 24 നിലവിലുള്ള ഈ താൽക്കാലിക 10% US നികുതി അവസാനിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പായിട്ട് പുതിയ തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വീക്ക് FY27 Q1 ബിസിനസ് അപ്ഡേറ്റുകളും അതുപോലെ ഏർണിങ്സ് റിസൾട്ടുകളും വരാൻ തുടങ്ങുന്നത് ജൂലൈ ആദ്യവാരം മുതലാണ്. അപ്പോൾ കമ്പനികൾ തങ്ങളുടെ കൃത്യമായിട്ടുള്ള Q1 റിസൾട്ടുകൾ പുറത്തുവിടുന്നതിന് മുമ്പ് ആ കഴിഞ്ഞ ക്വാർട്ടറിലുള്ള ചില പ്രധാനപ്പെട്ട ബിസിനസ് വിവരങ്ങൾ അല്പാൽപമായിട്ട് പുറത്തുവിടാറുണ്ട്. ഉദാഹരണത്തിന് ബാങ്കുകൾ വായ്പകളിലുള്ള വളർച്ച അഥവാ അഡ്വാൻസ് ഗ്രോത്ത് എത്ര ഉണ്ടെന്നും അതുപോലെ തന്നെ ഡെപ്പോസിറ്റിലുള്ള വളർച്ച എത്ര ഉണ്ടെന്നും ഒക്കെ അവർ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിടാറുണ്ട്. അതുപോലെ മറ്റ് കമ്പനികളുടെ പ്രൊഡക്ഷൻ വോളിയം, അതുപോലെ ഓട്ടോ സെയിൽസ് ഡാറ്റ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ് അപ്ഡേറ്റുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള റവന്യൂ, നെറ്റ് പ്രോഫിറ്റും അടങ്ങുന്ന കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ജൂലൈ 2ാം ആഴ്ചയോട് കൂടിയായിരിക്കും. TCSൻ്റെ റിസൾട്ട് ജൂലൈ 9 വരുന്നതോടുകൂടി Q1 ഫലങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. അപ്പോൾ നമുക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് നമ്പറുകളായിരിക്കും. കാരണം ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ മാർക്കറ്റിൻ്റെ മുന്നേറ്റം എങ്ങനെയായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്ന കൃത്യമായ ഒരു ഡയറക്ഷൻ നമുക്ക് ഈ Q1 റിസൾട്ടുകളിൽ ലഭിക്കും. ഇതുകൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അടുത്ത ആഴ്ച നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. അപ്പോൾ
ഇപ്പോൾ ജൂൺ 30 ചൊവ്വാഴ്ച ആയിരിക്കും മന്ത്ലി എക്സ്പയറി. അപ്പോൾ നിലവിലുള്ള പുട്ട് കോൾ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ അത് 1.02 എന്ന ലെവലിലാണ്. മാർക്കറ്റ് ന്യൂട്രൽ ടു ബുള്ളിഷ് എന്നുള്ള ഒരവസ്ഥയാണ് കാണിക്കുന്നത്. കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന പുട്ട് റേറ്റേഴ്സ് മാർക്കറ്റിൽ ശക്തമാണ്. അതാണ് പുട്ട് കോൾ റേഷ്യോ ഒന്നിൽ കൂടുതലാവാൻ കാരണം. ഇപ്പോൾ മാക്സിമം പെയിൻ ഉള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് കാണുന്നത് 24,100 എന്ന ലെവലാണ്. ഇപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സിന് ഏറ്റവും കുറവ് നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു നിലവാരമാണ് ഈ മാക്സ് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ആ ഒരു സൂചന പ്രകാരം എക്സ്പയറിയുടെ നിഫ്റ്റി 24,100 അതിന് മുകളിലോ ക്ലോസ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും ഓപ്ഷൻ ട്രേഡേഴ്സ് നടത്തുക. അതുപോലെ 24,000 സ്ട്രൈക്കിൽ വലിയ തോതിൽ പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി 24,000 എന്നുള്ള ആ ഒരു ലെവൽ തകർക്കാൻ ഉടനടി കഴിയണമെന്നില്ല. എന്നാൽ 24,000 കടന്നു കഴിഞ്ഞാൽ 24,200, 24,300 സ്ട്രൈക്കുകളിലാണ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ലെവലുകൾ ശക്തമായ റെസിസ്റ്റൻസായി തുടരാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും നിഫ്റ്റി 24,000 മുകളിൽ തുടരുന്നിടത്തോളം കാലം മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ 24,200 കടന്ന് മുകളിലോട്ട് പോയാൽ മാത്രമേ വലിയൊരു ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. എങ്കിലും നിലവിലുള്ള ഇറാൻ US സാഹചര്യത്തിൽ മൺഡേ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഇത്തരം ഡാറ്റകളൊക്കെ ഓവർനൈറ്റ് മറിയാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.